എന്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് എന്താണെന്ന്, ഇത് ഈ ആശയപരമായിട്ട് തന്നെ ഇത് വായിക്കാൻ പറ്റും. ഇതല്ലാതെ ഈ ഖുർആൻ വായിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഖുർആനിന്റെ 99% ഇന്ന് ആവശ്യമില്ല. ഇതും പദാർത്ഥ തലത്തിലും ചരിത്രപരമായിട്ടും ഈ ഖുർആനിനെ വായിച്ചാൽ 99% ആയത്തുകളും ഇന്ന് ഞമ്മക്ക് വേണ്ട. മൂസയുടെ ചരിത്രത്തിൽ ഏതാ ഇന്ന് ഞമ്മക്ക് വേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ആവശ്യമുള്ളത് ഒന്ന് പറഞ്ഞാണ്. മൂസയുടെ ജീവിതത്തിൽ ഏത് പറ്റും നമുക്ക്? കപ്പലിന് ഓട്ടർ ഇളക്കാൻ പറ്റുമോ? കുട്ടിനെ കൊല്ലാൻ പറ്റുമോ? മീനെ റോസ്റ്റാക്കി പോകാൻ പറ്റുമോ? മജ്മഉൽ ബഹറൈനി തെരഞ്ഞു പോകാൻ പറ്റുമോ? വടികൊണ്ടടിച്ച് പർവ്വത സമുദ്രങ്ങളെ രണ്ടാക്കാൻ പറ്റുമോ? വടിയിട്ട് പാമ്പാക്കാൻ പറ്റുമോ? ഒരു ഫിറഔനെ തെരഞ്ഞു പോകാൻ പറ്റുമോ? മൂസയുടെ ചരിത്രം പറയുന്ന ഏതായത്താണ് ഇപ്പൊ നമുക്ക് വേണ്ടത്? ഒക്കെ ഡിലീറ്റ് ആക്കി കളയാം. മൂസയുടെ ഇബ്രാഹിമിന്റെ ചരിത്രത്തിൽ ഏത് പറ്റും നമുക്ക്? വിഗ്രഹങ്ങൾ തച്ചുടക്കാൻ പറ്റുമോ? തീയിലിട്ടാൽ ചിരിച്ചുകൊണ്ട് എണീറ്റ് വരാൻ പറ്റുമോ? കുട്ടിനെ നടന്ന് കളിക്കാൻ പ്രായമായ കുട്ടിയുടെ കൈ പിടിച്ച് അന്നെ അറുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞ കുട്ടിനെ കൈയും പിടിച്ച് മലയിലേക്ക് കയറാൻ പറ്റുമോ? സ്വപ്നം കണ്ടാല് ഇപ്പോഴും പാപ്പാന്ന് പറയുന്നത് ഇതൊക്കെ ചില സ്വപ്നങ്ങളും. അതാണ് ഏതാന്ന് പറ്റി. അതാണ് ഖുർആനിലെ 99% ഖുർആൻ ഡിലീറ്റ് ആക്കി കളയാം. നിങ്ങളിത് പദാർത്ഥം. നേരെ മറിച്ച് ഈ ഖുർആൻ നമ്മിൽ വായിക്കാൻ തുടങ്ങിയാൽ ഇതിലെ ഒരായത്തും കളയാനില്ല. ഒരക്ഷരം കളയാനില്ല. ഒരക്ഷരം കളയാനില്ല. അലിഫ് എന്ന അക്ഷരം കളയാനില്ല. 2-3 ദിവസം മുമ്പേറ്റ് ഒരാൾ ചോദിച്ചു, കാഫ് എന്ന് പറഞ്ഞാൽ എന്താ? കാഫ് എന്ന് പറഞ്ഞാൽ നീ പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം. അത്തഖഫി അലൽ അസ്രി അവി സൗതി മിൻ മസ്തരിഹി എന്നാണ് കാഫ് എന്ന വാക്കിന്റെ അർത്ഥം. ഒരു ശബ്ദത്തെയോ ഒരു കാലടിയെയോ അതിന്റെ പ്രഭവ കേന്ദ്രം നോക്കി പിന്തുടരുക. കാഫ് വൽ ഖുർആനിൽ മജീദ്, അർശുൽ അലീമിൽ നിന്ന് വരുന്ന അള്ളാഹുവിന്റെ ഈ ഖുർആനും മജീദിനെ നിങ്ങൾ നിരന്തരമായി അതിന്റെ പ്രഭവ കേന്ദ്രം നോക്കി പിന്തുടരുക. കാഫ് എന്ന് പറഞ്ഞ അത്തഖഫി എന്നാണ്. ഇതാണ് കാഫ്. തോള് നോക്കി പിന്നാലെ പോവുക എന്നാണ്. അറബി അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഇതിലുണ്ടെങ്കിൽ കാഫ് ഇതാണ് കഫ്, ഇതാണ് കഫ്. കഫ് ഇതും കാഫ് ഇതുമാണ്. ഒരാളുടെ തോള് നോക്കി ഇങ്ങനെ നമ്മൾ പിന്നാലെ പോകുക. അതാണ്. ഒരക്ഷരത്തിന് വരെ ഇതിൽ അർത്ഥങ്ങളുണ്ട്. വെറുതെ അല്ല. വെറുതെ അല്ലാഹു ബനീനും ബനാനും വെറുതെട്ടതാണോ? മിസ്കീനും മസാക്കീനും വെറുതെട്ടതാണോ? അബീദും ഇബാദും വെറുതെട്ടതാണോ? ഒമാ നബിൽ അല്ലാമില്ലിൽ അബീദ് എന്ന് പറയുമ്പോ ഇബാദുർ റഹ്മാൻ എന്ന് പറയുമ്പോ എന്താ വ്യത്യാസം? ഒരു അബീദായി പിന്നെ ഒരിടത്ത് ഇബാദായി. മാറ്റമുണ്ട്. യാവിനെ അലിഫാക്കുമ്പോ മാറ്റമുണ്ട്. അതാണ് ഒരക്ഷരം വെറുതെ. ഇതിൽ വെറുതെ അല്ല. ഒരക്ഷരം ഇതിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ആശയപരമായ കാരണമുണ്ട്. വെറുതെ അറിയാതെ പറയല്ല. എന്തിനാ ഇബാദിനെ അബീദാക്കിയത്? നിരന്തരമായി അള്ളാഹുവിന്റെ അറിവിനെ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നവൻ അബീദാണ്. അതാണ് അബീദ്. ഇബാദ് എന്ന് പറഞ്ഞാൽ റഹ്മാനിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞു. അലിഫായി അവിടെ നിന്നു. അതാണ് അലിഫും വാവും യാവും തമ്മിലുള്ള മാറ്റം. വെറുതെ ഒരു അലിഫിനെ യാ ആക്കി മാറ്റിയത്. ആശയപരമായി അതിനൊക്കെ അർത്ഥമാറ്റങ്ങളുണ്ട്. അതാണ് ഖുർആനിന്റെ മഹത്വം. നബ എന്നും നബി എന്നും നബഉ എന്നും 3 അക്ഷരമിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. വെറുതെ നബി എന്ന് 3 രൂപത്തിൽ എഴുതല്ല. ചില സ്ഥലത്ത് വാവിട്ടിട്ട് അതിന്റെ മുകളിൽ ഹംസട്ടിട്ട് എഴുതിയിരിക്കുന്നു. ചിലത് സ്ഥലത്ത് അലിഫിന്റെ മുകളിൽ ഹംസട്ട് എഴുതിയിരിക്കുന്നു. ചിലത് ഹംസന്റെ ചുവട്ടിൽ കെസറിട്ടിട്ട് നബി എന്ന് എഴുതിയിരിക്കുന്നു. 3 വ്യത്യാസം. ഖുർആനിലെ അക്ഷരത്തെറ്റല്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്.